വേണ്ടിയാണെന്നുണ്ടെങ്കിൽ 3 ഭാഷകൾ സംസാരിക്കുന്നു. ജർമ്മൻ സംസാരിക്കും, ജർമ്മൻ ഡോണർ. നാൾക്ക് ശേഷം നമ്മൾ വേറൊരു യാത്ര പോകാൻ പോവാ. നമ്മൾ ഇപ്രാവശ്യം പുതിയ 3 രാജ്യങ്ങൾ കവർ ചെയ്യാൻ പോവാ യൂറോപ്പിലെ. അങ്ങനെ 2 മാസത്തെ പരീക്ഷ ശേഷം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വർണ്ണ എയർപോർട്ടിലാണ്. ഫുള്ള് ചൂടാ, നല്ല ചൂടുണ്ട്. എയർപോർട്ടിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ രാവിലെ. നമുക്കിവിടെ ഫ്ലൈറ്റ് ഇപ്പം എത്ര മണിക്കാണ്? 11 മണിക്കോ 11 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ ചെക്കിങ്ങിൽ കയറാൻ പോവാം. ഇത് അറൈവൽസാണ്. ഇത് അറൈവൽസ് എങ്ങനെയും പോവാമോ? വർണ്ണല എയർപോർട്ട് ചെറുതായ കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറാം. നമ്മൾ അറൈവൽസിൽ നിന്ന് കയറി നമ്മൾ ഡിപ്പാച്ചറിലേക്ക് പോകാൻ പോവാം. രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല. നമ്മളിവിടുന്ന് നേരെ ഡോൺമട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അത് ജർമ്മനിയിലാണ്. നമുക്ക് വിസേറാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ബാഗേ ഉള്ളൂ ആസ് യൂഷ്വൽ. രാവിലെ തന്നെ നല്ല നീളമുള്ള ലൈനുണ്ട്. നമുക്ക് ഇനി ഡോൺമട്ടിൽ ചെന്ന് കാണാം. നമ്മ അങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇപ്പം എന്തോ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ 3 ഭാഷയിൽ സംസാരിക്കുന്നു. ജർമ്മൻ സംസാരിക്കുന്നുണ്ട്, പെട്ടെന്ന് ടർക്കിഷ് സ്വിച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് ആണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ സ്വിച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാവത്തില്ല. ബാക്കി 3 ഭാഷ അറിയാം. ഭയങ്കര ചൂടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഏകദേശം 3 മണിക്കൂറുണ്ട് ഡോൺമട്ടിൽ. ഡോൺമട്ടിൽ നമ്മൾ ഒരു ദിവസം മൊത്തം നിന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നു വേറൊരു രാജ്യത്തേക്ക്, ആംസ്റ്റർഡാമിലേക്ക്. എന്നിട്ട് അവിടെ നമ്മൾ 2-3 ദിവസം കറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെയും ജർമ്മനിയിൽ വന്ന് അവിടെ നിന്ന് നേരെ നമ്മൾ പ്രാഗിലാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ പ്ലാൻ. എന്തായാലും വീഡിയോ ഫുൾ കാണാം. നമ്മളങ്ങനെ ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്യാൻ പോവുക. 30 യൂറോക്ക് ടിക്കറ്റാന്ന് പറഞ്ഞത് ഒരുമാതിരി ടൗൺ ബസ് പോലെ എല്ലാവരും അടിച്ച് കയറി മറന്നേക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 3 മണിക്കൂർ. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ചൂട് നമുക്ക്, എനിക്കറിയത്തില്ല, ഗൾഫിലെ ചൂട് പിന്നെ നമുക്ക് സഹിക്കാം. ഇവിടുത്തെ ചൂട് ഭയങ്കര ഹ്യൂമിഡിറ്റി, ഭയങ്കര ശ്വാസം മുട്ടൽ, ഒന്നും സഹിക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ ഡോയ്ച്ച്ലാൻഡ് എത്തിയേക്കുവാണ്. നമ്മൾ ജർമ്മനിയിലെ ഡോട്ട്മണ്ട് എന്ന് പറഞ്ഞൊരു എയർപോർട്ടിൽ എത്തിയേക്കുക. ഡോട്ട്മണ്ട് എന്ന് പറഞ്ഞൊരു സിറ്റിയിലെ എയർപോർട്ട്. നമ്മളിപ്പോൾ നേരെ ബസ് പിടിക്കാൻ പോവുക. 3.5 മണിക്കൂർ യാത്രയായിരുന്നു. നടു പിടിക്കും, വെള്ളം പോലും കിട്ടിയില്ല വിസേറായതുകൊണ്ട്. നമ്മളിനി നേരെ ഇവിടെ നിന്ന് സിറ്റി സെൻറ്ററിലേക്കാണ് പോകേണ്ടത്. ഏതെങ്കിലും ഒരു ഡോണർ കട പിടിച്ച് കഴിക്കണം. പക്ഷെ എന്നിട്ടൊന്നും തല പ്രോസസ് ആവുന്നില്ല. അല്ല, നമുക്ക് നോക്കാം. എയർപോർട്ടൊക്കെ കൊള്ളാം, നല്ല വലിയ എയർപോർട്ട്. പക്ഷേ ഡൊമസ്റ്റിക് എയർപോർട്ടായത്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വെരി ബിഗ്. ബസ് സ്റ്റേഷൻ അവിടെ കണ്ടിന്യൂസ് ഫ്ലൈറ്റ്സ് കണക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാൻ പോവുക. DSW2I ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. 2 പേർക്ക് എത്ര, അതിൻ്റെ ഉള്ളിൽ കയറി കിട്ടത്തില്ല. ഒരാൾക്ക് 7 യൂറോ. ലാംഗ്വേജ് ജർമ്മനിൽ ആക്ക്. ഇത് ഫുൾ മാപ്പ് ഓപ്പൺ ആയല്ലോ. സ്യൂറുക്ക്, ഇത് മൊത്തം ജർമ്മനില്ല. ഓ, നമ്മളിപ്പം ഇവിടെ നിന്ന് നേരെ ഈ ബസ് എടുത്തിട്ടാണ് സിറ്റി സെൻറ്ററിലേക്ക് പോകേണ്ടത്. സോ ഇത് സ്റ്റുഡൻറ്റ് 24 hours ടിക്കറ്റ് അതാണോ? അതന്നെ. 7.6 യൂറോ. കാർട്ടേ ബിത്തേ എന്ന് വെച്ചാൽ കാർഡ് വെക്കാനാണ് പറയുന്നത്. 2 പേർക്കാണെങ്കിൽ ഇതോ 2 പേർക്ക് വരുന്നില്ലേ? ഇപ്പോൾ വന്നല്ലോ. 2 പേർക്ക് വന്നു. 2 പേർക്ക് 15 യൂറോയോ? നമ്മളിപ്പം ഡോട്ട്മണ്ട് എയർപോർട്ട്, ഈ എയർപോർട്ട് എന്ന് പറയുമ്പോൾ 100 വർഷമായിട്ട് എയർപോർട്ട് തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ 100ാമത്തെ വർഷത്തെ ആനിവേഴ്സറി, 2026 ആകുമ്പോൾ 100 വർഷമാവും. നമ്മളിപ്പം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് നേരെ സിറ്റി സെൻറ്റർ. അപ്പോൾ നമ്മൾ 24 hours പാസ് എടുത്തേക്കുന്നത്. അതാണ് കുറച്ചും കൂടി ലാഭം. ഒരാൾക്ക് ഐ തിങ്ക് 6 യൂറോ, 6.5 യൂറോ. അപ്പോൾ 2 പേർക്ക് 12 യൂറോ ആയി. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഡോട്ട്മണ്ട് പോവുക. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഡോട്ട്മണ്ട് എക്സ്പ്ലോർ ചെയ്യാം. കാണാം, ദേ വരുന്നു ബസ്. ഇത് നേരെ എനിക്കൊന്ന് എയർപോർട്ട് ഷട്ടിൽ ബസ്സാണ് തോന്നുന്നു. ഇവിടുന്ന് നേരെ സെൻറ്ററിലേക്ക്. അങ്ങനെ നമ്മൾ ജർമ്മനിയിലെ ഒരു കൊച്ചു ടൗണിലേക്ക് വന്നേക്കുക. ഡോൺമട്ടിൽ എന്താടാ ആൽക്കപ്പറോ ആൽഫർബർഗ് എന്ന് പറഞ്ഞൊരു ടൗണാണ്. നമ്മളിപ്പോൾ സെൻറ്ററിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മെട്രോ ഉണ്ട്. നമ്മളിവിടെ നിന്ന് നേരെ മെട്രോ കയറി പോകണം. മെട്രോ കയറി എന്താ പറയുന്നത്, സ്റ്റാർട്ട് മിറ്റേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതാണ് U44.
ഇവിടുന്ന് നമ്മൾ നേരെ മെട്രോ കയറിയാണ് നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ പോകുന്നത് അല്ലേ. ഇതിന് ടിക്കറ്റ് എല്ലാം ഒരേ ടിക്കറ്റ് അല്ലേ? അപ്പം എല്ലാം ഒരേ ടിക്കറ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കോമൺ ടിക്കറ്റ് 24 hours എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാം കറങ്ങി കാണാം. എന്താ ട്രാം വരുന്നുണ്ട്, ഈ ട്രാമിൽ നമ്മൾ കയറി പോകേണ്ടത് അല്ലേ? ഇതിലാണോ കയറി പോകേണ്ടത്? DSW21 എന്ന് പറഞ്ഞാൽ ആ ടിക്കറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ കയറി നമ്മൾ നേരെ പോവുക. ട്രാമെല്ലാം പഴയകാല ട്രാം തന്നെ, ഇപ്പം പുതിയതൊന്നും അല്ല കേട്ടോ. ഇത് മൊത്തം വുഡൻ ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയേക്കുക. ഇവിടെ നമുക്ക് എന്നെ ഇരിക്കാം, ഇവിടെ നിന്നിട്ട് ബാക്കി കാണാം. ഇപ്പോൾ ഒരു കോളനിയുടെ ഉള്ളിൽ കൂടെ പോവുക. ഇവിടെ 2 സൈഡിലും എനിക്ക് റെസിഡൻഷ്യൽ ഏരിയ, മൊത്തം വീടുകളും അല്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പോകാൻ പോണത് സിറ്റി സെൻറ്ററിലേക്കാണ്. ഇവിടെ കണ്ടില്ലേ ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്, റൂഫൊക്കെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് മൊത്തം. ഇവിടെ നിന്ന് ഇനി നേരെ അടുത്ത സ്റ്റേഷൻ. നമ്മൾ ട്രാം കയറിയത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഡോട്ട്മണ്ട് മെട്രോ ഇറങ്ങി. നമ്മളിപ്പോൾ തന്നെ ഒരു 5-6 മലയാളികളെ കണ്ടു. നമ്മുടെ നാട്ടിൽ മലയാളികളില്ലേ, ഇവിടെ 10ൽ 3 പേര് മലയാളികളാണെന്ന് തോന്നുന്നു. എന്തായാലും മിക്സ്ഡ് പോപ്പുലേഷനാണ്, ഒരു സമാധാനമുണ്ട്. അറിയാവുന്ന പരിചയമുള്ള മുഖങ്ങൾ എവിടെയൊക്കെയാണ് ഉണ്ട്. എന്നാൽ നമ്മളിത് മെട്രോ സ്റ്റേഷൻ, ഇത് മെട്രോ ആയിരുന്നു, ട്രാം അല്ലായിരുന്നു. ബാൻ എന്ന് വെച്ചാൽ ട്രെയിനാണ് തോന്നുന്നു. നമ്മളിനി നേരെ എന്തെങ്കിലും കഴിക്കാൻ പോകില്ല. ഇഡലിൻ്റെ പോസ്റ്ററൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് കുഴപ്പമില്ല, ക്ലൈമറ്റ് നല്ല പീപ്പിളായിട്ടുള്ള ക്ലൈമറ്റ്. എന്തായാലും കൊള്ളാം. ഇതെനിക്കൊന്ന് ഇവിടുത്തെ വലിയ ഐമാക്സ് ഒക്കെയാണ്. ഓക്കെ, ഇവിടെ തന്നെ നോക്കിയാൽ ഡോട്ട്മണ്ട് ഫുട്ബോളിൻ്റെ എന്തോ, എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല, ഞാൻ കമ്പനി ചെയ്യുന്നില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അതാണ് ഏറ്റവും വലിയ തലയൊക്കെ വേനിക്കൊന്നും കഴിക്കാതെ. അപ്പോൾ എവിടെയെങ്കിലും ഡോണർ ഷോപ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഈ സിറ്റി എക്സ്പ്ലോർ. ഇവിടുത്തെ സിറ്റി ആക്ച്വലി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, ഡ്രൈ ആണെന്ന് തോന്നുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ട്രാൻസിറ്റ് രീതിയിലാണ് വന്നത്. നമ്മുടെ നാളത്തെ എയിമാണ് ആംസ്റ്റർഡാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ വലുതായിട്ടൊന്നും കാണാനില്ല. സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പോവാം. നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയൊരു പള്ളി കാണുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇതാണെന്ന് സെൻറ്റർ ഇതാണ് DB ഹോഫ്ബാനോഫ്, ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ചെറുതൊക്കെ ഇലയാണെന്ന് തോന്നുന്നു. കുറേ ഇഷ്ടംപോലെ എന്താ പറഞ്ഞാൽ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഈ റോഡിലിരുന്ന് ഹോംലെസ് പീപ്പിൾ കുറേ ഉണ്ട് ഇവിടെ. കണ്ടപ്പോൾ ഇഷ്ടംപോലെ തോന്നുന്നു. ഇവിടെ പോലീസൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി നോക്കാം. എന്തൊക്കെയൊക്കെ ജാഥയൊക്കെ വിളിക്കുന്നുണ്ട്, അറിയത്തില്ല എന്താ സംഭവം എന്ന്. അവിടെ എന്തോ നടക്കുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് ആണോ അതോ പ്രോഗ്രാം ആണോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഓക്കെ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പ്രൊട്ടസ്റ്റ് നടക്കും, അതുകൊണ്ടായി പോലീസൊക്കെ നിന്നേക്കുന്നത് ഇവിടെ. ഇവിടെ എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ വന്ന ദിവസം തന്നെ ഹർത്താലുണ്ട് ഇവിടെ. അവിടെ എനിക്കൊന്ന് ഫിഫയുടെ ആണെന്ന് തോന്നുന്നു, ഫുട്ബോളിൻ്റെ എന്തൊക്കെയൊക്കെ വെച്ചിട്ടുണ്ട്. ഡോട്ട്മണ്ടിൻ്റെ ഫുട്ബോൾ ക്ലബ് ഉണ്ട് ഡോട്ട്മണ്ടിന്. എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ നടന്നു നോക്കാം. ഇൻ്റർസിറ്റി ഹോട്ടൽ ഇവിടെ തന്നെ ഉണ്ട് ഫ്രണ്ടിൽ. എനിക്ക് തോന്നിയത് യുക്രൈൻ്റെ എന്തോ ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. യുക്രൈൻ്റെ അതന്നെ ഉക്രൈന് വേണ്ടി തന്നെയാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. നമ്മളെന്തേ നടക്കാം. എന്തായാലും 10ൽ 3 പേര് ഇന്ത്യൻസ്, അതുകൊണ്ടൊരു സമാധാനമുണ്ട് കാണുമ്പോൾ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് സെൻറ്റർ, എനിക്കൊന്ന് ഹർത്താൽ നടക്കുന്ന സെൻറ്റർ. പാലസ്റ്റൈൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അവിടെ യുക്രൈൻ ആയിരുന്നെങ്കിൽ ഇവിടെ പാലസ്റ്റൈന് വേണ്ടി പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ ഇന്ന് ഫുഡ് കിട്ടുമോ എന്ന് അറിയത്തില്ല. ഈ ഹർത്താലൊക്കെ ആയിരുന്നു, ഫുഡ് തപ്പിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. എവിടെന്നെങ്കിലും ഹലാലായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഫ്ലാഗ് കിട്ടും. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം എന്താ സംഭവം. ഇവിടെ ഇത് പാലസ്റ്റൈന് വേണ്ടി പ്രൊട്ടസ്റ്റ് നടക്കുക. കൂടുതലൊന്നും ചെയ്യണം. എന്തായാലും ഇവിടെ പല സ്ഥലത്ത് പല ആൾക്കാർ, പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഗാർഡുണ്ട്, എല്ലാം ഉണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഉള്ളിലേക്കൊന്നും പോകണ്ട, നമുക്കറിയാത്തതാണ്. എന്തായാലും നമ്മൾ ഫുഡ് തപ്പി നടക്കുക. ഇവിടെ ഹോട്ടലില്ല, അടുത്തുണ്ടോ ഇല്ല റെസ്റ്റോറൻറ്റ്? അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ എല്ലായിടത്തും പോലീസാണ്. അവിടെ ഒരു ഇന്ത്യൻ, അവിടെ ഒരു ഇന്ത്യൻ. നമ്മളിപ്പോൾ തന്നെ 10-15 ഇന്ത്യൻസിനെ കണ്ടുണ്ട്. മൊത്തം ഇന്ത്യൻസാണ്. എന്തായാലും ഇത് മൊത്തം പ്രൊട്ടസ്റ്റ് നടക്കുന്ന. നമ്മളെന്നാലും അങ്ങോട്ട് പോവാം. അവിടെ ഒരു ഫ്രണ്ടൊരു സബ്വേ കാണുന്നുണ്ട്. അങ്ങനെ നടന്നു ഏതോ ഒരു സെൻറ്ററിനടക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ
ഒരു എന്താ ഇവിടെ ഡോണർ കബാബ് കഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ എനിക്ക് മോസ്റ്റ്ലി ഹലാൽ തന്നെ ആയിരിക്കണം. യെസ്, ഹലാലാണ് എന്നാണ് തോന്നുന്നത്. ഉള്ളിൽ പോയി ചോദിച്ചു നോക്കാം നമുക്ക്. എന്തായാലും അങ്ങോട്ട് ഫുൾ സെൻറ്റർ. നമുക്ക് എന്തായാലും ആദ്യം ഫുഡ് കഴിക്കാൻ, എന്നിട്ട് നമുക്ക് ഇറങ്ങിക്കാണാം. ഡോണർ, ജർമ്മൻ ഡോണർ എന്ന് പറയുമ്പോൾ എനിക്ക് കഴിക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇന്ന് നമുക്കത് കഴിക്കാം എന്തായാലും. കുറേ ഉണ്ടല്ലോ. നമ്മൾ ബൾഗേറിയൻ ഡോണർ കഴിച്ച് മടുത്തു. റൊമേനിയൻ ഡോണർ കഴിച്ചായിരുന്നു. ഇനിയിപ്പം നമ്മൾ ഇന്ന് ജർമ്മൻ ഡോണർ കഴിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങ് അറ്റം വരെ ഉണ്ട് സ്ട്രീറ്റ്. എന്തായാലും എനിക്കൊന്ന് ഇവിടുത്തെ എനിക്കൊന്ന് മിക്കതും ഹലാൽ ഫുഡാണെന്ന് തോന്നുന്നു ഇവിടെ. എന്തായാലും നമ്മൾ കഴിച്ചു നോക്കാം. നമ്മളിപ്പം ജർമ്മൻ സ്ട്രീറ്റ്സിൻ്റെ ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. രണ്ട് സൈഡിലും കടകൾ, പെർഫ്യൂം ഷോപ്പുണ്ട്, സ്മൂത്തി ഷോപ്പുണ്ട്, എന്തൊക്കെയോ ഒക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇതെന്തുവാ, ഇത് ഫ്രൈസ് മാത്രം വയ്ക്കുന്ന സ്ഥലമാണ്. പിന്നെ എന്തോ കറി ബ്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെന്തായാലും കണ്ടു നോക്കാം. ഇറ്റ്സ് വെരി ക്രൗഡഡ്. ഇത് സെയിൽ നടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഷൂസ് ഇവിടെ നോക്കുന്നോ? 30-70% സെയിൽ നടക്കുക. എന്തായാലും നമുക്ക് നോക്കാം. റോസ്മാൻ, ഇതെന്തോ സംഭവം? കുടയൊക്കെ ഉണ്ടോ? നമുക്ക് പതുക്കെ കടയിൽ കയറി നോക്കാം. അതെ, ആദ്യം എന്തെങ്കിലും കഴിക്കാം. ഡേഷ്മാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡേഷ്മാൻ എല്ലാ സ്ഥലത്തും ഇവിടെ ജർമ്മൻ ബ്രാൻഡാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ഷോറൂമാണ് ഡേഷ്മാൻ. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. 2 ബിൽഡിങ്ങിലിടക്ക് പല ജർമ്മൻ ബ്രാൻഡ്സ് ഉണ്ട് ഇവിടെ, ലോക്കലായിട്ടുള്ള. രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മളെന്തായാലും പതുക്കെ എല്ലാത്തിനും കയറി നോക്കാൻ പോവാണ്. ഡോൺമണ്ടിൻ്റെ സെൻറ്ററിൽ വന്ന് നിൽക്കുമ്പോൾ വലിയൊരു ക്ലോക്ക് ടവർ ആണോ ചേർച്ചാണോ എന്ന് അറിയത്തില്ല. അതിൻ്റെ ഇവിടെ തന്നെ കുറേ ലക്ഷറി വാച്ചസ്, IWC, കാർട്ടിയർ എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളിപ്പോഴും ഫുഡ് തപ്പി നടക്കുക. ഫുഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളെന്തായാലും നടന്ന് ഏതോ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അവസാനം അങ്ങോട്ട് പോവുക. എന്തായാലും ഇതെന്തായാലും കൊള്ളാം. സിറ്റി സെൻറ്ററിൽ തന്നെ കുറേ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കയറി നോക്കാം. അവസാനം നമ്മളൊരു ഹലാൽ കടയിൽ കയറി. എന്തൊക്കെയോ ഒക്കെ ഉണ്ട്. നമ്മളെന്തായാലും നോക്കാം. നമ്മളിവിടെ തന്നെ ഡോണർ കഴിക്കാം. ഡോണർ കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിവിടെ ഡോണർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് ജർമ്മൻ ഡോണർ. ഓ, എല്ലാം ഓക്കെ. അവിടെ വന്നപ്പോൾ തീർന്നു. പ്രൈവറ്റ് ഫ്ലൈറ്റേക്കുവാ അത്രയും എൻ്റെ മേളിൽ. ആദ്യം വാഷ്റൂം പോയിട്ട് ഇങ്ങനെ ഡോണർ കഴിക്കാൻ എത്തിയേക്കുക. ഇതാണ് ജർമ്മൻ ഡോണർ. നമ്മളവിടെയൊക്കെ ബൊക്കെ പോലെ ഇത് ഇവരിങ്ങനെ തന്നേക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ ബ്രെഡിൽ. എന്തായാലും ബീഫ്, അത് ചിക്കൻ. കഴിച്ചു നോക്കാം എന്തായാലും. ഇതെന്താ, ഇത് പള്ളിയുടെ വേറൊരു ഭാഗം ഫ്രണ്ടിൽ കൂടെ എന്തോ ഷോപ്പിംഗ് മോളാണ്. എന്തായാലും നടന്നുകൊണ്ടിരിക്കും. നമ്മളെന്തായാലും ഡോണർ കഴിച്ചു. ഡോണർ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ നടക്കാം നേരെ. ഇവിടെ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് നോക്കാം. ബർക്കിംഗ് സ്റ്റോക്കിൻ്റെ ഗലേറിയ. നമ്മളിപ്പോൾ ഇനി അടുത്തത് നോക്കിയേ, മൊത്തം ഇവിടെ ഉണ്ട് ആൾക്കാർ. 2 സൈഡും ഇത് ബോഡി ഷവറിൻ്റെ കടയാണ്, സോപ്പിന് മാത്രം. O2 സാൽമ. ഇത് നമ്മൾ വന്ന വഴി തന്നെയാണ്. സാൽമാൻഡ്ര ഭയങ്കര ഓഫറാണെന്നൊന്നും എല്ലാവരും കയറുന്നുണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് നിൽപ്പുണ്ട്. ആദ്യമായിട്ട് ചട്നി ഇന്ത്യൻ ഫുഡ്. വേറെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് ഇവിടെ. KFC ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ഒക്കെ സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മളെന്തായാലും വാഷ്റൂം തപ്പി അറ്റ്ലാസ്റ്റ് വാഷ്റൂം കിട്ടി. 50 സെൻറ്റ്, പക്ഷേ കുഴപ്പമില്ല, നല്ല കിട്ടി. നമ്മളിങ്ങനെ നേരെ പോവാം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ജ്യൂസ് മേടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ അടുത്ത് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. പാലസ്റ്റൈൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഏതോ ഒരു സിറ്റി സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ കമ്പനീസാണെന്ന് തോന്നുന്നു, വലിയ. നമ്മളെന്തായാലും നടന്ന് റെയിൽവേ ഇവിടെ എത്തി. ഇവിടുത്തെ എന്തായാലും ലാൻഡ്സ്കേപ്പൊക്കെ കൊള്ളാം, രസമുണ്ട് കാണാൻ വേണ്ടി. ഓ, ആ പരേഡ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്, പോലീസ് എസ്കോർട്ട് വെച്ച്. നമ്മളങ്ങനെ നടന്ന് ഒരു റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട്. എവിടെയായതെന്നൊന്നും അറിയത്തില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമോ. നമുക്ക് എന്തായാലും ബസ് ഇവിടെ
രാത്രി 2 മണിക്കാണ് ഫ്ലിക്സ് ബസ് നമുക്കുള്ളത് നെതർലാൻഡ്സിലേക്ക്. അതുവരെ നമ്മൾ ഇവിടെ തേരാപ്പാര നടക്കാം. ഇവിടുത്തെ സ്ക്വയർ നമ്മൾ കാണിച്ചു. ഇനിയിപ്പം ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ സ്ഥലമുണ്ടെന്നാണ്. നല്ല രസമുണ്ട്, നല്ല ലാൻഡ്സ്കേപ്പ് കൊള്ളാം. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറും കൊള്ളാം. അവിടെ കണ്ടില്ലേ മൊത്തം റോസ് പെറ്റൽസായിട്ട് രസമുണ്ട് കാണാൻ വേണ്ടി. എന്തായാലും നമ്മളിവിടെ നിന്ന് നടന്നു, കുറച്ച് നടന്നപ്പോൾ തളർന്നു. ഇവിടെ പ്രൊട്ടസ്റ്റൊക്കെ ഇല്ല. ഇവിടെ ഈ സൈഡത്തെ സിറ്റി കുഴപ്പമില്ല, അപ്പുറത്തെ സൈഡ് കുറച്ച് പ്രൊട്ടസ്റ്റ് ഉണ്ട്. നമ്മളങ്ങനെ നടന്ന് വേറൊരു സ്ഥലത്ത് എത്തിയേക്കുക. നമ്മളങ്ങനെ നടന്ന് ഇപ്പോൾ ട്രാം പോകുന്ന സ്ഥലമായത്. 2 സൈഡിലും ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രണ്ടിലൊരു വലിയൊരു പള്ളിയുണ്ട്. നമ്മളിപ്പോൾ ഈ സിറ്റിയുടെ വേറൊരു സൈഡിലാണ് വന്നത്. ഇപ്പം സമയം ഏകദേശം 4:30 ആയതുകൊണ്ട് ഇവിടെ ഇപ്പം ആൾക്കാരൊക്കെ തുറന്നു തുടങ്ങി. ഇത് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ക്യാമറയുടെ ഒക്കെ കടകളൊക്കെ ഉണ്ട്. 2 സൈഡിലും ഇലക്ട്രോണിക് ഷോപ്സ് ഇവിടെ മൊത്തം. എന്തായാലും നമ്മൾ എവിടെയെങ്കിലും ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലം തപ്പുക. എല്ലാം വലിയ വലിയ ബിൽഡിങ്സ് ആയിരിക്കും, ഓഫീസസും പിന്നെ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. നമുക്ക് എന്തായാലും നടന്നു നോക്കാം. നമ്മളങ്ങനെ കുറേ നടന്നൊരു പള്ളി എത്തിയേക്കുക. ഈ പള്ളി കുറച്ച് റെസ്റ്റ് ചെയ്യാം, ബിക്കോസ് നമുക്ക് ഇനി സമയമുണ്ട്. ടർക്കിഷ് പള്ളിയാണ്. ഇതിനുള്ളിൽ ഓപ്പൺ ആണെന്ന് അറിയില്ല. 2 സൈഡും സ്കഫോൾഡിങ് ഇട്ട് വെച്ചേക്കുക. കൺസ്ട്രക്ഷൻ ആണോ എന്ന് അറിയത്തില്ല. നമുക്ക് കയറി നോക്കാം എന്താണ്. ഓക്കെ, ഓപ്പണാ. കൊടുക്കാൻ സ്ഥലമുണ്ടോ? കൊടുക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. ചപ്പൽ വെക്കാൻ സ്ഥലമുണ്ട്. നമ്മളിനി നേരെ ഫീനിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോകാൻ പോകുന്നത്. ഫീനിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ കൂടെ തന്നെ അവിടെ എന്തോ കുറേ ഫ്ലാമിംഗോസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഫുൾ തളർന്നു. നമ്മളെന്തായാലും നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ട്. ഇവിടെ ഇപ്പം പള്ളിയിൽ കയറി നിസ്കരിച്ച് നമ്മളിങ്ങനെ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയി ആദ്യം വെള്ളം മേടിക്കണം. വെള്ളം മേടിച്ചിട്ട് നമുക്ക് നേരെ ആ ഫീനിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടെ നിന്ന് 10 മിനിറ്റ് നടത്തുന്നുണ്ട്. ക്ലൈമറ്റ് എന്തായാലും ചൂടൊന്നുമില്ല, അതുകൊണ്ട് നല്ല നടക്കാൻ പറ്റുന്നുണ്ട്. വിൻ്റർ പോലെയല്ല, ജാക്കറ്റ്സ് ഒന്നും വേണ്ട. നമ്മളങ്ങനെ നടന്ന് ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് വെള്ളം മേടിക്കാൻ വന്നതാണ്. ഇന്നത്തെ ചാർജ് ഡൗണായി, തീർന്നു ചാർജ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ കുറച്ച് ഫ്ലെമിംഗോസിനെ കാണാൻ പോവുക. ഫ്ലെമിംഗോസിനെ കണ്ടതിന് ശേഷം നേരെ ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റേഷനോടൊപ്പം ഇരിക്കാൻ പോവുക. സമയം ഏകദേശം രാത്രി സമയം ആവാനായി, 7 മണിയായി. സൺസെറ്റ് ഇവിടെ ഇപ്പോൾ 9 മണിക്കാണ്, സമ്മറായ കാരണം. അതുകൊണ്ട് നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഏകദേശം നമ്മൾ 15 കിലോമീറ്ററോ 16 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. തടന്നു. ഇവിടെ മെയിൻ സംഭവം വാഷ്റൂമാണ്. വാഷ്റൂം എവിടെയും ഇല്ല. വാഷ്റൂം കിട്ടാൻ പാടാ. വെള്ളം കുടിച്ചാൽ വാഷ്റൂമിൽ പോകണം, അതൊരു പേടി. എന്തായാലും നമ്മൾ നടക്കുക. എന്തായാലും ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല സൈലൻ്റ് ആ സിറ്റി. ആ സെൻട്രലിൽ മാത്രം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, മറ്റേ പ്രൊട്ടസ്റ്റ് എന്തൊക്കെയോ. പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് നടന്ന് നോക്കാം. ആ ഫ്ലെമിംഗോടെ സ്ഥലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫീനിക്സ് സീ അങ്ങനെന്തോ പറഞ്ഞാൽ അവിടെ ഉള്ളത്. അവിടെ പോയി നോക്കാം എന്താ. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നു. അവിടെ ഒരു ലേക്ക് കണ്ടു. നമ്മളിനി ആ ലേക്ക് കാണാൻ പോവാ. എന്തായാലും കൊള്ളാം. നിങ്ങൾ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട് സ്റ്റെപ്പ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ലേക്ക് എങ്ങനെയാണെന്ന്. ഫ്ലെമിംഗോസ് ഇല്ലല്ലോ, സ്വാനേ ഉള്ളൂ. ഇതാണ് ഫീനിക്സ്. എന്തായാലും കൊള്ളാം. ഫ്ലെമിംഗോസ് ഇല്ല, സ്വാനുണ്ട്. ഇതെനിക്കിതൊരു ബോൾവേർഡ് പോലെ, നമ്മുടെ അൽമൗജ് പോലെ. അങ്ങറ്റം വരെ ഉണ്ടല്ലോ എല്ലാം. അങ്ങറ്റത്ത് ബോട്ടിങ്ങും എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുക. എന്തൊക്കെയോ മ്യൂസിക്കൊക്കെ പ്ലേ ആകുന്നുണ്ട്, കോപ്പറേറ്റ് ആണോ അറിയത്തില്ല. എന്നാലും ഇവിടെ സ്വാനുണ്ട്. ഏകദേശം ഷാലോ വാട്ടേഴ്സ് കേട്ടോ. എന്തോ അത് ആർട്ടിഫിഷ്യലാണെന്ന് എനിക്ക് തോന്നുന്നത്, ലേക്ക് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ എനിക്കൊന്ന് ഒരു റിക്രിയേഷണൽ പാർക്ക് പോലെ ഉണ്ടാക്കി വെച്ചേക്കുക, ഒരു സ്ക്വയർ പോലെ വളരെ ചെറുതായിട്ട്. ഇവിടെ ഫ്രണ്ടിൽ കണ്ടില്ല ഒരു വലിയൊരു മെറ്റൽ സ്റ്റാച്ചു പോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചേക്കുക. അത് ഓൾറെഡി റസ്റ്റായി മൊത്തം ഇതായി എടുക്കുക. നല്ല രസമുണ്ട്. ഇതാണ് ജർമ്മൻ ഈവനിങ്. ഒരു ജർമ്മൻ സിറ്റിയിലെ ഒരു ഈവനിങ് എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരിക്കും, ഒരു സാറ്റർഡേ ഈവനിങ്. കൊള്ളാം. എന്തായാലും അങ്ങനെ നമ്മളെ 20ാമത്തെ രാജ്യമായത്. അപ്പം 20ാമത്തെ രാജ്യം പറയുമ്പം നമ്മൾ 20 രാജ്യങ്ങളിൽ കണ്ടതിൽ ജർമ്മനി എങ്ങനെ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയത്തില്ല. ഫ്രാങ്ക്ഫർട്ടും കൂടി കാണണം, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം ഒരു ടൗൺ മാത്രമേ കണ്ടുള്ളൂ. ഭയങ്കര സൈലൻ്റാണ്, നന്നായിട്ട് ജീവിക്കാൻ പറ്റും.
മിക്സ്ഡ് പോപ്പുലേഷനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ആൾക്കാർ കൂടുതലും. ഇവിടെ ഫീനിക്സ് റെസിഡൻസി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അവിടെ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളങ്ങനെ എത്തി, ലേക്കിൻ്റെ അറ്റത്തെത്തി. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇനി നമുക്കിവിടെ കുറച്ച് വിശ്രമിക്കാം, കുറച്ച് ലേക്കിൻ്റെ തടാകത്ത്. ഇവിടെ കുറേ താറാവൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി എല്ലാത്തിനെയും. അവിടെ ഒരാളിരുന്ന് ഫുഡ് കൊടുക്കുക. അവിടെ ഫുൾ എന്തോ ഒക്കെ നടക്കും, സ്റ്റോറും എന്തൊക്കെയോ ഒക്കെ ഉണ്ട് അവിടെ. നമ്മളെന്തായാലും ഇവിടെ ഇപ്പം ഇന്ന് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വെച്ചാൽ നാളെ ഈ നേരെ ആംസ്റ്റർഡാം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നേരെ നമ്മൾ ബസ് കയറും, ഫ്ലിക്സ് ബസ്. എന്തായാലും നമ്മളിവിടെ ഇരുന്ന് ബാക്കി കാഴ്ചകൾ കണ്ട് ജർമ്മനി 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജർമ്മനിയിലേക്ക് വരും. പക്ഷേ ഇവിടെ ഇങ്ങോട്ടല്ല, നമ്മളത് ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുമ്പോൾ കൂടുതലും ഒരുമാതിരി ന്യൂയോർക്ക്, യൂറോപ്പിന് ന്യൂയോർക്ക് എന്ന് എല്ലാവരും പറയുന്നത്. കുറേ സ്കൈ സ്ക്രേപ്പേഴ്സും ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മളിപ്പം അവസാനത്തെ ഡിന്നർ തപ്പി ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം സമയം 9 മണിക്ക് അടുത്തായി. നല്ല വെളിച്ചമുണ്ട്, പക്ഷെ ഇപ്പം ബൈ സിറ്റി. എന്തായാലും നമ്മളിപ്പോൾ 2 ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഒരു ഡോണർ ഷോപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഷീഷ് താവോക്കിൻ്റെ കട ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ കട ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഏത് പറഞ്ഞ് ചൂസ് ചെയ്യാം. നമുക്കുണ്ടെങ്കിൽ നടന്നു നോക്കാം വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ഫുഡിന്. ഇത് ഹലാല? ഓ, ഇതും ഹലാല, അടച്ചു. പക്ഷെ എന്തായാലും നോക്കാം. നമുക്ക് ഹലാൽ കട തപ്പി വന്ന് ഇത് ഏരിയ മൊത്തം ഹലാൽ ഫുഡ്. ഇവിടെ ദുബായ് ഡോണർ, ഇവിടെ ഷമ്മി ചിക്കൻ, കിങ് കെബാബ്, ഇവിടെ ഫുൾ ഈ സ്ട്രീറ്റ് ഫുള്ള് അങ്ങറ്റം വരെ ഹലാൽ ഫുഡാണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ജർമ്മനിയിൽ ആദ്യത്തെ ഷവർമ കഴിക്കാൻ പോവാം. നമ്മൾ രാവിലെ ഡോണർ കഴിച്ചു. ഇത് ഷവർമ, ഇത് €6. ചെറുതാ, എന്തായാലും കുഴപ്പമില്ല, ലാഭം തന്നെയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് സമയം 9:30 ആയി. രാത്രി 9:30ക്ക് നമ്മൾ വെളിച്ചത്തിരുന്ന് ജർമ്മനിയിൽ ഷവർമ കഴിക്കാൻ പോകും. കൊള്ളാം. കൊള്ളാം, കഴിച്ചു തരാം.